മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഇത് പുറത്തു വന്നിട്ടും ഇപ്പോഴും മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ കോൺഗ്രസ് പാർട്ടി ഉഴലുന്ന ഒരു കാഴ്ച നമുക്ക് കാണുകയാണ്. 3 പേരുകളാണ് പ്രധാനമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയരുന്നത്. ഒന്ന്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പക്ഷേ KC വേണുഗോപാലിന് 45ഓളം MLA-മാരുടെ പിന്തുണയുണ്ട്. മറ്റു രണ്ടുപേർക്കും ചില MLA-മാരുടെ പിന്തുണ ലഭ്യമാകുന്ന വിവരപ്രകാരം രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി ഡി സതീശന് വിനയായിരിക്കുന്നത് വി ഡി സതീശൻ മറ്റു നേതാക്കന്മാർക്കെതിരെ അണികളെ രംഗത്തിറക്കി നടത്തിയ പ്രകടനം വി ഡി സതീശനെ തിരിഞ്ഞുകുത്തി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് രമേശ് ചെന്നിത്തല കാലെടുത്ത് വെക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും KPCC അധ്യക്ഷനുമെല്ലാമായിരുന്ന രമേശ് ചെന്നിത്തല കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഈ ആഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായും പറയാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കന്മാർ, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കന്മാർ ഈ 3 പേരെയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും വിളിച്ചു വരുത്തി കൃത്യമായ താക്കീത് നൽകിയിരിക്കുകയാണ്. കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കണ്ട കാഴ്ച, കോൺഗ്രസിന് വോട്ട് ചെയ്ത കോൺഗ്രസുകാരെയല്ല, കോൺഗ്രസിന് വോട്ട് ചെയ്ത നിഷ്പക്ഷരായ വോട്ടർമാരുടെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണ്. കാരണം നേതാക്കന്മാർക്ക് വേണ്ടി പരസ്പരം മറ്റുള്ളവരെ പേരെടുത്ത് പറഞ്ഞ് തെറി അഭിഷേകം നടത്തി മുദ്രാവാക്യം വിളിച്ച് തെരുവുകളിലൂടെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് മാത്രമല്ല, വിവിധ നേതാക്കന്മാർക്ക് വേണ്ടി ഫ്ലക്സ് യുദ്ധം നടത്തുന്നു. KPCC ആസ്ഥാനത്തിന് മുന്നിൽ, DCC ഓഫീസുകൾക്ക് മുന്നിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുകൾക്ക് മുമ്പിൽ, പ്രധാന നഗരങ്ങളിൽ, കവലകളിലെല്ലാം ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നു. പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. റോഡിൽ ശയനപ്രദക്ഷിണം നടത്തുന്നു. ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ ചെയ്യേണ്ട കാര്യമാണോ ഇത്തരത്തിൽ ഫാൻസ് അസോസിയേഷന്റെ 4ാം കിട അണികൾ ചെയ്യുന്നതെന്ന് ഇനിയെങ്കിലും ഇവർ തിരിച്ചറിയണം. എന്തായാലും ഹൈക്കമാൻഡ് ഇതൊക്കെ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ലഭ്യമായ ഒരു വിവരപ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത്, കൃത്യമായ ഒരു ഹൈക്കമാൻഡിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത്, ഒരു ചർച്ച ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് ഇത്തരത്തിൽ പ്രകടനം നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് നാളെ ഒരു സംസ്ഥാനത്ത് ഇത്തരം വിഷയമുണ്ടെങ്കിൽ ഒരു നേതാവ് അണികളെ തെരുവിലിറക്കി പ്രകടനം നടത്തിയാൽ അവിടെ തീരുമാനം മാറ്റണ്ടേ? കർണാടകയിൽ DK ശിവകുമാർ വിളിച്ചാൽ കർണാടകയിലെ മുഴുവൻ ജില്ലകളിലും പ്രകടനം നടത്താൻ ആളെ കിട്ടും. അവിടെ DKയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയാൽ സിദ്ധരാമയ്യയെ മാറ്റേണ്ട സാഹചര്യം വരില്ലേ? അതാണ് VD സതീശന് വിനയായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ പാർട്ടി കോൺഗ്രസ് ആണ്. നമ്മൾ നിലവിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡിന്റെ മനസ്സിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് നിമിഷവും എന്തു സംഭവിക്കാൻ സാധ്യതകൾ മാറിമറിയാം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സാധ്യതകൾ മാറിമറയുന്ന ഒരു കല തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ട്. അതുകൊണ്ട് ഏത് സംഭവിക്കാം. പക്ഷേ ഈ ശക്തി പ്രകടനം നടത്തിയത് കോൺഗ്രസിന് വോട്ട് ചെയ്ത അണികളുടെ മുഖത്ത് നോക്കി തുപ്പുന്നതിന് തുല്യമാണ്. അണികളെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ കോൺഗ്രസ് അതിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയാണ്. പിന്നെ ഒരു ജനാധിപത്യ പാർട്ടിയിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. AICC പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി ആരോ അയാളെ 2 കൈയും നീട്ടി സ്വീകരിക്കുക എന്നതാണ് അച്ചടക്കമുള്ള, ഉത്തരവാദിത്തമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ കടമ. അല്ലാതെ ഇവിടെ ചില ആളുകളൊക്കെ ഉണ്ട് ഫേസ്ബുക്കിൽ ഘോരം ഇത്. ഞാൻ കഴിഞ്ഞ ദിവസം അത്ഭുതപ്പെട്ട ഒരു കാര്യം, ഫേസ്ബുക്കിൽ 10 വരി essay എഴുതിയ ഒരു വ്യക്തി മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തപ്പോൾ കടലാടി ഏതാന്ന് പറയാൻ അറിയാതെ എന്നിട്ട് ചെയ്യാവുന്ന ഞാൻ VDക്ക് വേണ്ടി ചെയ്തു. ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഇത്തരത്തിലുള്ള ആളുകൾ ചിന്തിക്കണം. VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എല്ലാം കോൺഗ്രസിന്റെ നേതാക്കന്മാര് ആണ്. അവരെ രാഷ്ട്രീയ എതിരാളികൾ വിളിക്കാൻ അറയ്ക്കുന്ന തരത്തിൽ തെറിവിളിക്കുക, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി യശസ്വരീയനായ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് ബോർഡുകൾ വലിച്ചു കയറുന്ന തരത്തിലേക്ക്, ക്രിമിനലുകൾ അഴിഞ്ഞാടുന്ന തരത്തിലേക്ക് ഒരു കാരണവശാലും അത് കോൺഗ്രസ് സംസ്കാരം അനുവദിക്കുന്നില്ല. ആ കോൺഗ്രസ് സംസ്കാരം അനുവദിക്കില്ല എന്ന കൃത്യമായ താക്കീതല്ലേ കഴിഞ്ഞ ദിവസം AICC നൽകിയത്? തീർച്ചയായും AICC നൽകിയ താക്കീത് കാര്യം AICC വ്യക്തമായി ഖാർഗെയുടെ വീട്ടിൽ ചേർന്ന യോഗത്തിന് ശേഷം 3 പേരും പുറത്തിറങ്ങി. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ താല്പര്യപ്പെടുന്ന 3 പേർ, അല്ലെങ്കിൽ പരിഗണനയിലുള്ള 3 പേരും പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണുമ്പോൾ 3 പേരും ഒരേപോലെ പറഞ്ഞ കാര്യം എന്താണ്? ഞങ്ങൾക്ക് വേണ്ടി ഇനി പ്രകടനങ്ങൾ നടത്തരുത്, നിങ്ങൾ വെച്ച ബോർഡുകൾ നിങ്ങൾ എടുത്തു മാറ്റണം, ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് അണികളോട് പറയുന്നുണ്ട്. ഇന്നലെ തന്നെ തിരുവനന്തപുരത്തൊക്കെ ബോർഡുകളൊക്കെ നീക്കം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ MLA-മാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ മാധ്യമങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ബോഡി ലാംഗ്വേജ് വെച്ച് മനസ്സിലാക്കണം ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത്. ഇന്നലത്തെ ബോഡി ലാംഗ്വേജ് വെച്ച് എനിക്ക് തോന്നിയത് രമേശ് ചെന്നിത്തലയാണെന്നാണ്. കാര്യം VD സതീശന്റെ മുഖത്തും KC വേണുഗോപാലിന്റെ മുഖത്തും അത്ര ഒരു തെളിച്ചം ഞാൻ കണ്ടില്ല. പിന്നെ അവസാനം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു വാക്കുണ്ട്, ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നു അത് പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കണം എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായി തോന്നിയത് രമേശ് ചെന്നിത്തല ആയിരിക്കണം മുഖ്യമന്ത്രി വരുന്നത് എന്നാണ്.
ചേട്ടൻ പറഞ്ഞതുപോലെ വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ വി ഡിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും മോശമായ കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആര് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല, ചർച്ച നടന്നിട്ടില്ല. ചർച്ച നടക്കുന്നതിന് മുൻപേ തന്നെ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുക, ഉമ്മൻചാണ്ടിയുടെ കെ സി വേണുഗോപാലൊക്കെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ചെയ്തു എന്ന് പറയാം. ഉമ്മൻചാണ്ടിയുടെ ചിത്രം വലിച്ചു കീറുക, ഇത്തരത്തിലേക്ക്, അതും കോൺഗ്രസുകാർ ഇത്തരത്തിലേക്ക് തരം താഴ്ന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. ചേട്ടൻ പറയുന്ന നിഷ്പക്ഷരായ വോട്ടർമാർ വോട്ട് ചെയ്തത് കെ സി വേണുഗോപാലിനെയോ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനെയോ മുഖ്യമന്ത്രി ആകണമെന്ന് കരുതിയിട്ടല്ല. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മാറണം, പകരം കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കണം. അവിടെ അവർ വ്യക്തിയല്ല, കോൺഗ്രസ് എന്ന പാർട്ടിക്കാണ് പ്രാധാന്യം നൽകിയത്. അതുപോലെ തന്നെ സാധാരണക്കാരായ RCO, KCO, VDO ഈ 3 ഗ്രൂപ്പിനപ്പുറം കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച കോൺഗ്രസ്സുകാരുണ്ട്. അവരോടൊക്കെ ഈ പാർട്ടിയും ഈ നേതാക്കളും ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ചർച്ച നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് കെ സി വേണുഗോപാലിന് വേണ്ടി കേക്ക് വരെ വാങ്ങി വെച്ചു. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആകും, ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് പോകുന്നു. അപ്പൊ ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം അംഗീകരിക്കാൻ അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കാനുള്ള സമയം പോലും നൽകാൻ ഈ പാർട്ടി പ്രവർത്തകർക്ക് ക്ഷമയില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തല എടുക്കുമ്പോൾ രമേശ് ചെന്നിത്തല ആണ് ഈ വിഷയത്തിൽ എനിക്കൊന്ന് കുറച്ചുകൂടി പക്വമായ നിലപാടെടുത്തത്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി തെരുവിൽ പ്രകടനങ്ങൾ കണ്ടില്ല. ഇവരെ ഈ മറ്റു 2 നേതാക്കളെ പോലെ വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നില്ല. രമേശ് ചെന്നിത്തല സീനിയർ നേതാവാണ് എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ആദ്യം മുതൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഒരു സ്ഥലത്തും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വലിയ പ്രകടനങ്ങളോ ഒന്നും ഉണ്ടായില്ല. പ്രകടനങ്ങൾ ശക്തിയായി അല്ലെങ്കിൽ പ്രകടനങ്ങൾ വലിയ രീതിയിൽ വരികയും ഹൈക്കമാൻഡ് ഇടപെടുമ്പോഴാണ് വി ഡി സതീശൻ പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ആദ്യം ഇത്തരം പ്രകടനങ്ങൾ പാടില്ല, എന്നിട്ടും അത് അവസാനിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തി ഉണ്ടാകുന്ന രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായ കാര്യങ്ങൾ ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം രീതിയുമായി മുന്നോട്ട് പോകാൻ പാടില്ല, അത് നേതാക്കൾ തന്നെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ നേതാക്കൾ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അണികളോട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന്. കോൺഗ്രസ് ആണ് പാർട്ടി, മറുവശത്തു കൂടി ചെയ്യാൻ നേതാക്കൾ പറഞ്ഞാലും ഞെട്ടേണ്ടതില്ല. പാർട്ടി കോൺഗ്രസ് ആണല്ലോ. എന്തായാലും 2 ദിവസത്തിനകം അറിയാം. നിലവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് രമേശ് ചെന്നിത്തല തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരപ്രകാരം. രമേശ് ചെന്നിത്തല തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്നാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ അത് വീതം വെപ്പ് നടത്തണോ, 2.5 വർഷം ടേം ആക്കണോ എന്ന കാര്യത്തിലൊന്നും തീരുമാനം വന്നിട്ടില്ല. അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടേതാണ്. രാഹുൽ ഗാന്ധി നിലവിൽ തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞയ്ക്ക് വന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിൽ കോൺഗ്രസിന് 2 മന്ത്രിമാരെ ലഭിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും രാഹുൽ ഡൽഹിയിലെത്തിയ ഉടൻ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും. അത് രമേശ് ചെന്നിത്തല തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം.